വിശുദ്ധ റമളാനെ സ്വാഗതം ചെയ്യുന്ന, അതല്ലെങ്കിൽ റമളാൻ വരവായി എന്ന് വിളംബരം ചെയ്യുന്ന ശഅബാൻ മാസത്തിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. ഇന്ന് ശഅബാൻ 4. ശഅബാനിലൂടെയാണ് ഇനി റമളാനിലേക്ക് നമുക്ക് കടന്നു പോകാനുള്ളത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ആ പ്രാർത്ഥന അല്ലാഹുമ്മ ബാരിക് ലനാ ഫി ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്നായി മാറിയിരിക്കുന്നു. ഇനി ശഅബാൻ മാത്രമേ റമളാനിലേക്ക് ബാക്കിയുള്ളൂ എന്നർത്ഥം. പറഞ്ഞതുപോലെ ഇന്ന് ശഅബാൻ 4. ശഅബാൻ എന്ന പദം വരുന്നത് തശഉബ് എന്ന അറബി പദത്തിൽ നിന്നാണ്. അങ്ങനെയാണ് ഭാഷാ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. തശഉബിൽ നിന്നാണ് ശഅബാൻ വന്നത്. അതായത് വെള്ളം അന്വേഷിച്ചുകൊണ്ട് അറബികൾ പരസ്പരം വിട്ടുപിരിഞ്ഞിരുന്ന മാസം എന്ന അർത്ഥത്തിലാണ് ഈ മാസത്തിന് ശഅബാൻ എന്ന പദം വന്നത്. റമളാനെ സ്വാഗതം ചെയ്യുന്ന മാസം എന്നതാണ് ഇസ്ലാമിൽ ശഅബാന്റെ ഏറ്റവും വലിയ സവിശേഷത. നമ്മുടെ മുൻഗാമികൾ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു: റജബ് വിത്തിറക്കുന്ന മാസവും ശഅബാൻ കൃഷി ചെയ്യുന്ന മാസവും റമളാൻ കൊയ്യുന്ന മാസവുമാണ്. ശഅബാൻ കൃഷി ചെയ്യുന്ന മാസമാണ്, റമളാൻ കൊയ്യുന്ന മാസമാണ്. റമളാൻ ആത്മാവിൻ്റെ ആത്മീയതയുടെ വസന്തകാലമാണെന്ന് നമുക്കറിയാം. ഉപവാസത്തിൻ്റെയും സർവ ആത്മീയ സുഹൃതങ്ങളുടെയും സംഗമകാലമാണ് വരാനിരിക്കുന്ന റമളാൻ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ മതസംഘടനയോ അവരുടേതായ സമ്മേളനങ്ങൾ നടത്തുന്നതിൻ്റെ മുമ്പ് സമ്മേളനത്തിൻ്റെ വിളംബരമെന്നോണം പ്രഖ്യാപന സമ്മേളനങ്ങളും വിളംബര സമ്മേളനങ്ങളും വിളംബര ജാഥകളുമെല്ലാം നടത്താറുണ്ട്. സമ്മേളനത്തിൻ്റെ മുന്നോടിയായി ആ പ്രഖ്യാപന വിളംബര സമ്മേളനങ്ങൾ എത്രമാത്രം മോടിയും ഉഷാറുമുള്ളതാണോ, മേന്മയുള്ളതാണോ, അപ്രകാരമായിരിക്കും സമ്മേളനത്തിൻ്റെയും ഗുണവും മേന്മയും. റമളാനും അങ്ങനെ ഒരു സവിശേഷതയുണ്ട്. റമളാന്റെ മുഖവുര, അതല്ലെങ്കിൽ റമളാന്റെ ആമുഖമായ ശഅബാനെ നന്നാക്കാനുള്ള പരിശ്രമം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. ശഅബാനാകുന്ന ആമുഖത്തെ നന്നാക്കിക്കൊണ്ടാവണം റമളാനെ നാം കൊയ്തെടുക്കേണ്ടത് എന്നർത്ഥം. റമളാനിലേക്കുള്ള പരിശീലനമാണ് ശഅബാൻ. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഒരു പ്രവാചക വചനത്തിൽ നമുക്ക് കാണാം, അതല്ലെങ്കിൽ പ്രവാചകന്റേതായിട്ടുള്ള ഒരു രീതി ഇമാം തുർമുദി ഉദ്ധരിക്കുകയാണ്. മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹ്റൈനി മുതതാബിഐനി ഇല്ലാ ശഅബാന വ റമളാൻ. തുടർച്ചയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 മാസം നോമ്പെടുത്തിരുന്നത് ശഅബാനിലും റമളാനിലുമായിരുന്നു. ശഅബാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ഐച്ഛിക വ്രതങ്ങൾ, സുന്നത്തായ നോമ്പുകൾ വർദ്ധിപ്പിക്കും. റമളാനിൽ നമുക്കറിയാം മുഴുവൻ റമളാൻ മാസവും നിർബന്ധമായ നോമ്പുണ്ട്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിൽ ഐച്ഛിക നോമ്പുകൾ ധാരാളമായിട്ട് വർദ്ധിപ്പിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നതാണ്. റമളാൻ പോലെ ശഅബാൻ മുഴുവൻ നോമ്പെടുത്തു എന്നല്ല മേൽപ്പറഞ്ഞ വചനത്തിൽ നിന്ന് അർത്ഥമാക്കേണ്ടത്. മറിച്ച് ഈ ശഅബാൻ മാസത്തിലെ ഏതാനും ചില ദിവസങ്ങൾ ഒഴികെ മറ്റുള്ള ദിവസങ്ങളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നോമ്പായിരുന്നു. അബൂ സലമ റളിയല്ലാഹു അൻഹു പറയാൻ, സഅൽതു ആയിഷത അൻ സിയാമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഅബാനിലെ നോമ്പിനെ സംബന്ധിച്ച് ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഅബാനിലെ നോമ്പിനെ സംബന്ധിച്ച് അബൂ സലമ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നൽകിയ മറുപടി എന്താണ്? കാന യസൂമു ഹത്താ നഖൂല ഖദ് സാമ വയുഫ്തിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിരുന്നു. പക്ഷേ നോമ്പെടുത്തിരുന്നു എന്നതോടൊപ്പം നോമ്പില്ലാത്ത ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശഅബാനിൽ ഉണ്ടായിരുന്നു. വലമറഹു സ്വായിമൻ മിൻ ഷഹ്റിൻ ഖത്തു അക്സറ മിൻ സിയാമിഹി മിൻ ശഅബാൻ.
എന്നാൽ ഷഅബാൻ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐച്ഛിക നോമ്പെടുത്തതുപോലെ സുന്നത്തായ വ്രതങ്ങൾ അനുഷ്ഠിച്ചിരുന്നത് പോലെ മറ്റൊരു മാസത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐച്ഛിക വ്രതങ്ങൾ അനുഷ്ഠിച്ചിരുന്നില്ല. കാന യസൂമു ശഅബാന കുല്ലഹു കാന യസൂമു ശഅബാന ഇല്ലാ ഖലീലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മുഴുവനും നോമ്പെടുത്തിരുന്നു. ഐഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഐഷ റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞു, മുഴുവനും നോമ്പെടുത്തു എന്ന് പറഞ്ഞാൽ കാന യസൂമു ശഅബാന ഇല്ലാ ഖലീലാ, കുറച്ച് ദിവസങ്ങൾ മാത്രം ഒഴിച്ചു നിർത്തി ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിരുന്നു ശഅബാനിൽ. തുടർന്ന് ഐഷ റളിയല്ലാഹു അൻഹ വിശദീകരിച്ചു, മാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹ്റിൻ ഖത്തു ഇല്ലാ റമദാൻ. ഒരു മാസം മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലല്ലാതെ മറ്റൊരു മാസത്തിലും നോമ്പെടുത്തിരുന്നില്ല. ഒരു മാസം മുഴുവനും നോമ്പെടുത്ത് റമളാനിൽ മാത്രമായിരുന്നു. പക്ഷേ പ്രവാചകൻ ഏറ്റവും അധികം ഐച്ഛിക വ്രതങ്ങൾ, പുണ്യമായ നോമ്പുകൾ, സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിച്ചിരുന്നത് ശഅബാനിലായിരുന്നു എന്ന് ഐഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ള സ്വഹാബിമാരും സ്വഹാബി വനിതകളും ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഹദീസിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാര് പറഞ്ഞു, വഫീഹി ദലീലുൻ അലാ അന്നഹു യഖുസ്സു ശഅബാന ബിസ്സൗമി അക്സറ മിൻ ഗൈരിഹി. മേൽപ്പറഞ്ഞതിൽ കൃത്യമായ ന്യായമുണ്ട്, തെളിവുണ്ട്. അതായത് ശഅബാൻ മറ്റുള്ള മാസങ്ങളെക്കാളെല്ലാം ഐച്ഛിക നോമ്പ് കൊണ്ട് പ്രത്യേകമാണ്, പ്രത്യേകം പുണ്യമുള്ളതാണ് എന്ന് മേൽപ്പറഞ്ഞ വചനങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ശഅബാനിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി നോമ്പനുഷ്ഠിച്ചതിന്റെ യുക്തി എന്തായിരുന്നു? ഹംബലി മദ്ഹബിലെ പ്രസിദ്ധനായ പണ്ഡിതൻ ഇബ്നുർ റജബുൽ ഹംബലി അത് വിശദീകരിക്കുന്നുണ്ട്. അന്ന സിയാമ ശഅബാന കത്തംരീനി അലാ സിയാമി റമളാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഅബാനിലെ നോമ്പ് റമളാൻ നോമ്പിനുള്ള ഒരു പരിശീലനമായിരുന്നു. റമളാൻ നോമ്പിനുള്ള ഒരു പരിശീലനമായിരുന്നു ശഅബാനിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഐച്ഛിക നോമ്പുകൾ. ലിഅല്ലാ യദ്ഖുല ഫീ സൗമി റമളാന അലാ മശക്കത്തിൻ വകുൽഫ. റമളാൻ നോമ്പിലേക്ക് ഒരു പ്രയാസത്തോടു കൂടി, ഒരു ബുദ്ധിമുട്ടോടു കൂടി വിശ്വാസി പ്രവേശിക്കാൻ പാടില്ല. അതുകൊണ്ട് വവജദ ബിസിയാമി ശഅബാൻ ഖബലഹു ഹലാവത സിയാമി വലദ്ദതഹു ഫയദ്ഖുലു ഫീ സിയാമി റമളാന ബിഖുവത്തിൻ വനശാത്ത്. ഈ ശഅബാനിൽ അതല്ലെങ്കിൽ റമളാന്റെ മുമ്പുള്ള ഈ മാസത്തിൽ നോമ്പിന്റെ മാധുര്യവും നോമ്പിന്റെ രുചിയുമൊക്കെ അയാൾ ആസ്വദിക്കണം. നോമ്പിന്റെ ആത്മീയമായ മാധുര്യം എന്താണ്, നോമ്പിന്റെ ആത്മീയമായ രുചി എന്താണെന്ന് ഈ ശഅബാൻ മാസത്തിൽ നല്ലതുപോലെ വിശ്വാസി ആസ്വദിക്കണം. അങ്ങനെ ആ ആസ്വാദനത്തോടുകൂടി ഫയദ്ഖുലു ഫീ സിയാമി റമളാൻ, ആ ആസ്വാദനത്തോടുകൂടി റമളാൻ നോമ്പിൽ പ്രവേശിച്ചാൽ അത് ബിഖുവത്തിൻ വനശാത്ത്, അത് ആത്മീയമായ ശക്തിയോടുകൂടിയും ഉന്മേഷത്തോടുകൂടിയുമുള്ള പ്രവേശനമായിരിക്കും. റമളാനിൽ വെച്ചാണ് നോമ്പുകൾ തുടങ്ങുന്നതെങ്കിൽ ആത്മീയമായ ആ അർത്ഥത്തിലുള്ള ഉന്മേഷം ഉണ്ടാവണമെന്നില്ല. റമളാനിൽ ആദ്യത്തിലെ നോമ്പിലെല്ലാം തന്നെ ആളുകൾക്ക് റമളാനിൽ ശഅബാനിൽ തീരെ നോമ്പെടുക്കാത്ത ആളുകളാണെങ്കിൽ വിശേഷിച്ചും അവർക്ക് ശാരീരികമായ വലിയ പ്രയാസങ്ങൾ അതല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതായത് ഐച്ഛിക നോമ്പുകൾ ധാരാളം അനുഷ്ഠിക്കുന്ന ശീലമില്ല എങ്കിൽ, അതല്ലെങ്കിൽ കുറച്ചെങ്കിലും അനുഷ്ഠിക്കുന്ന ശീലമില്ല എങ്കിൽ ശരീരം ആ നോമ്പിനങ്ങ് വഴങ്ങണമെങ്കിൽ 1-2 ദിവസം കഴിയേണ്ടി വരും. പക്ഷേ ശഅബാനിൽ തന്നെ ആ ഐച്ഛിക നോമ്പിലൂടെ നോമ്പിൻ്റെതായ ഒരു പരിശീലനവും അതിൻ്റെ ആത്മീയമായ ഒരു ഉന്മേഷവും കൈവരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റമളാൻ നോമ്പിലേക്ക് തികഞ്ഞ ഉന്മേഷത്തോടുകൂടി, തികഞ്ഞ ആത്മീയ ശക്തിയോടുകൂടി വിശ്വാസിക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതാണ് ശഅബാനിലെ നോമ്പ് ഐച്ഛികമാക്കിയതിലെ യുക്തിയെന്ന് പ്രസിദ്ധനായ ഇസ്ലാമിക പണ്ഡിതൻ ഇബ്നുർ റജബുൽ ഹംബലി വിശദീകരിക്കുകയാണ്. റമളാനിലെ നോമ്പ് ഒരു നിർബന്ധ ബാധ്യത അതല്ലെങ്കിൽ ഒരു ചടങ്ങ് എന്ന രീതിയിൽ നിർവഹിക്കുന്നതിന് പകരം കൂടുതൽ ആവേശത്തോടുകൂടെയും ആത്മീയമായ ഉന്മേഷത്തോടെയും നോമ്പിന്റെ ആ മാധുര്യം ആസ്വദിച്ചുകൊണ്ടും നിർവഹിക്കുന്നതിന് ശരീരത്തെ പരിശീലിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ശഅബാനിലെ ഐച്ഛിക നോമ്പുകൾ എന്ന് പറയുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നോമ്പ് നമുക്കെല്ലാം അറിയാവുന്നത് പോലെ മുഹറം 9-നും 10-നും അനുഷ്ഠിക്കുന്ന നോമ്പാണ്. എന്നാൽ ശഅബാനിലെ നോമ്പ് പ്രസക്തമാവുന്നത് റമളാൻ ആദരിച്ചുകൊണ്ട് നിർവഹിക്കുന്ന നോമ്പ് എന്ന രീതിയിലാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അയ്യു സിയാമി അഫ്ളലു ബഅദ റമദാൻ, റമളാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഏതാണ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശഅബാനു തഅളീമൻ ലിറമളാൻ, റമളാൻ ആദരിക്കുന്ന നോമ്പ് എന്ന തലത്തിൽ ശഅബാൻ നോമ്പ് തന്നെയാണ് റമളാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ്. റമളാൻ ആദരിക്കുന്ന നോമ്പ് എന്ന തലത്തിൽ ശഅബാൻ നോമ്പ് തന്നെയാണ് റമളാനിന് ശേഷം ഏറ്റവും ഉത്കൃഷ്ടമായ നോമ്പെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു. സഹോദരങ്ങളെ, ഇസ്ലാമിലെ ഓരോ നിർബന്ധ കർമ്മങ്ങൾക്ക് മുന്നിലും പിന്നിലുമായി, അതല്ലെങ്കിൽ മുന്നിലോ പിന്നിലോ ആയി ഐച്ഛികമായ കർമ്മങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമസ്കാരത്തിന്റെ മുന്നിൽ, അതല്ലെങ്കിൽ നമസ്കാരത്തിന്റെ പിന്നിൽ, അതല്ലെങ്കിൽ ഓരോ വഖത്ത് നമസ്കാരങ്ങളുടെയും മുന്നിലോ പിന്നിലോ, അതല്ലെങ്കിൽ മുന്നിലും പിന്നിലും റവാത്തിബ് സുന്നത്തുകളുണ്ട്, ഐച്ഛികമായ സുന്നത്തുകളുണ്ട്. അത് ഇസ്ലാമിലെ നിർബന്ധ കർമ്മങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ മുന്നോടിയായും അതിൻ്റെ ശേഷവും ഐച്ഛിക കർമ്മങ്ങൾ, അതേ സ്വഭാവത്തിലുള്ള ഐച്ഛിക കർമ്മങ്ങൾ ഉണ്ടാവുക എന്നത്. അതുപോലെ തന്നെയാണ് നോമ്പും. റമളാന്റെ മുന്നോടിയായിട്ട് ശഅബാൻ നോമ്പ്, റമളാൻ കഴിഞ്ഞാലോ ശവ്വാലിലെ 6 നോമ്പുകൾ. ഈ 2 നോമ്പുകളും, ശഅബാനിലെ നോമ്പും ശവ്വാലിലെ 6 നോമ്പുകളും ഐച്ഛികമായ നോമ്പുകളാണ്. ആ ഒരു സ്വഭാവം ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നിർബന്ധമായ റമളാൻ നോമ്പിന് മുമ്പ് ശഅബാനിലെ നോമ്പും, അതുപോലെ തന്നെ അതിനുശേഷം വരുന്ന ശവ്വാലിൽ 6 നോമ്പുകളും വരുന്നുണ്ട്. റമളാൻ നോമ്പിന് മുന്നോടിയായുള്ള നോമ്പടക്കമുള്ള ഐച്ഛിക കർമ്മങ്ങൾ റമളാൻ മാസത്തിന്റെ മഹത്വം വിളിച്ചറിയിക്കുകയാണ്. ഈ ശഅബാന്റെ മഹത്വം എന്ന് പറയുന്നത് അത് റമളാന്റെ മഹത്വമാണ്. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ ദൂതരെ, ലം അറക തസൂമു ശഹ്റൻ മിനശ്ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ, പ്രവാചകരെ, ശഅബാനിൽ താങ്കൾ വ്രതമനുഷ്ഠിക്കുന്നത് പോലെ മറ്റൊരു മാസങ്ങളിലും താങ്കൾ വ്രതമനുഷ്ഠിക്കുന്നതായി ഞാൻ കാണുന്നില്ലല്ലോ. എന്താണ് അതിന്റെ പ്രത്യേകത? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക ശഹ്റുൻ യഗ്ഫലു നാസു അൻഹു ബൈന റജബിൻ വറമളാൻ, റജബിന്റെയും റമളാന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധരാവുന്ന മാസമാണ് ശഅബാൻ മാസം എന്ന് പറയുന്നത്. റജബായി കഴിഞ്ഞാൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ ആ പ്രാർത്ഥന തുടങ്ങി. അതോടുകൂടി റമളാനിലേക്ക് ഇനി 2 മാസമേ ഉള്ളൂ എന്നുള്ള ഓർമ്മയിലാണ്. എന്നാൽ ആ ഓർമ്മ ഒരു മാസമൊക്കെ അങ്ങ് കഴിയുമ്പോൾ ആളുകളുടെ മനസ്സിൽ നിന്ന് വീണ്ടും പിശാച് എപ്പോഴും മനുഷ്യന്റെ മനസ്സിൽ ഇടപെടുകയാണല്ലോ. വീണ്ടും ആ ഒരു ഓർമ്മ പോയി. ഇനി ഓർമ്മ വന്നാൽ തന്നെ ഇനി ഈ മാസം കൂടി കഴിഞ്ഞാൽ വേറൊരു മാസം വരാനിരിക്കുന്നുണ്ടല്ലോ, നല്ല കാര്യങ്ങളൊക്കെ ആ മാസത്തിലാവാം എന്ന രീതിയിൽ ഒരു അശ്രദ്ധ പലപ്പോഴും ശഅബാൻ മാസത്തിൽ ആളുകൾക്ക് വരാറുണ്ട്. അതിനെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ശഅബാന്റെ പ്രത്യേകത തന്നെ അതാണ്. ദാലിക ശഹ്റുൻ യഗ്ഫലു നാസു അൻഹു ബൈന റജബിൻ വറമളാൻ, റമളാന്റെയും റജബിന്റെയും ഇടയിൽ ആളുകൾ അശ്രദ്ധരാവുന്ന മാസമാണ്. എന്നാൽ അറിയണം, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ, അതങ്ങനെ അശ്രദ്ധരാവേണ്ടുന്ന മാസമല്ല. അല്ലാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. അല്ലാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ. വഉഹിബ്ബു അൻ യർഫഅ അമലി വഅന സ്വായിമുൻ, ഞാൻ ശഅബാനിനെ ഇത്രയധികം പരിഗണിക്കാൻ കാരണം എൻ്റെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഞാൻ നോമ്പുകാരനായ അവസ്ഥയിൽ ഉയർത്തപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു കർമ്മങ്ങളുടെ കണക്ക് നോക്കുന്ന പ്രത്യേക സമയങ്ങളുണ്ട്, പ്രത്യേക സന്ദർഭങ്ങളുണ്ട്. ഓരോ ദിവസത്തെയും രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിൻ്റെ മാലാഖമാർ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക്, രാവിലെയും വൈകുന്നേരവുമുള്ള മാലാഖമാർ മനുഷ്യന്റെ അടുക്കലേക്ക്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മനുഷ്യന്റെ സൽക്കർമ്മങ്ങളുടെ കണക്ക് പടച്ചവന്റെ അടുക്കൽ ബോധിപ്പിക്കാൻ ആളുകളുടെ, സത്യവിശ്വാസികളുടെ അടുക്കലേക്ക് ആഗതമാവുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഈ സത്യവിശ്വാസികളുടെ സുഹൃതങ്ങളുടെ രേഖയുമായി റബ്ബിന്റെ അടുക്കലേക്ക് ഓരോ വൈകുന്നേരവും അള്ളാഹുവിന്റെ മാലാഖമാരെ സന്നിഹിതരാകുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ യതആഖബൂന ഫീകും മലായികത്തുൻ ബില്ലൈലി വ മലായികത്തുൻ ബിന്നഹാർ, നിങ്ങളുടെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ, രാവിന്റെ മലക്കുകളും പകലിന്റെ മലക്കുകളും അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളുടെ അടുക്കലേക്ക് ആഗതമാവുന്നുണ്ട്. രാവിലെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ, അതുപോലെ തന്നെ പകലിലെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ. ഈ 2 മലക്കുകളും നിങ്ങളുടെ അടുക്കലേക്ക് ആഗതമാവുന്നുണ്ട് മനുഷ്യരെ, സത്യവിശ്വാസികളെ. വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വ സ്വലാത്തിൽ അസ്ർ, അല്ലാഹുവിന്റെ മാലാഖമാർ നിങ്ങളുടെ കൂടെ
പ്രഭാത നമസ്കാരത്തിലും അതുപോലെ തന്നെ സായാഹ്ന നമസ്കാരത്തിലും അസ്ർ നമസ്കാരത്തിലും സംഗമിക്കുന്നുണ്ട്. ഫജ്ർ നമസ്കാരത്തിലും അസ്ർ നമസ്കാരത്തിലും അല്ലാഹുവിന്റെ മാലാഖമാർ നിങ്ങളുടെ കൂടെ സംഗമിക്കുന്നുണ്ട്. സുമ്മ യഅ്റുജുൽ ലദീന ബാതു ഫീകും, പിന്നീട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പ്രഭാത നമസ്കാരം മുതൽ അസ്ർ നമസ്കാരം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് കയറിപ്പോകുന്നുണ്ട്. അല്ലാഹു അവരോട് ചോദിക്കുകയാണ്, ഫയസ്അലുഹും വഹുവ അഅലമു ബിഹിം, അവരെ സംബന്ധിച്ച് ഏറ്റവും അറിയുന്ന, അല്ലാഹുവിന്റെ ദാസന്മാരെ കുറിച്ചും ഏറ്റവും അറിയുന്നവനാണ് അല്ലാഹു. ആ അല്ലാഹുവിന്റെ മലക്കുകളോട് ചോദിക്കുകയാണ്, കൈഫ തറക്തും ഇബാദി, നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ അടിമകളെ ഉപേക്ഷിച്ചു പോന്നത്? എൻ്റെ അടിമകളെ, അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ ദാസന്മാരെ നിങ്ങൾ ഉപേക്ഷിച്ചു പോരുമ്പോൾ എന്തായിരുന്നു അവരുടെ അവസ്ഥയെന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. ഫയഖൂലൂൻ, അവര് പറയുമെന്നാണ്, തറക്നാഹും വഹും യുസല്ലൂൻ, അവര് നമസ്കരിക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ അവരെ ഉപേക്ഷിച്ചു പോന്നത്. അതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ അവരുടെ അടുക്കലേക്ക് ചെന്നപ്പോഴും അവർ നമസ്കരിക്കുകയായിരുന്നു. അവര് പ്രഭാതത്തിൽ വന്നതായിരുന്നു, അപ്പോൾ സത്യവിശ്വാസികൾ നമസ്കരിക്കുകയായിരുന്നു. അസ്ർ നമസ്കാര ശേഷമാണ് അല്ലാഹുവിന്റെ അടുക്കലേക്ക് അവര് പോയത്, അപ്പോഴും സത്യവിശ്വാസികൾ നമസ്കരിക്കുകയായിരുന്നു. ഈ വിവരം അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹുവിന്റെ മാലാഖമാര് പറയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, അടിമകളുടെ കണക്കുകൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഓരോ സന്ദർഭങ്ങളിലും ഉയർന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു മാസത്തിലെ, ഒരാഴ്ചയിലെ ഇത് ഒരു ദിവസത്തിലെ കണക്കുകൾ ഉയർന്നു പോകുന്ന അവസ്ഥയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഒരു ആഴ്ചയിലെ കണക്കുകൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഉയർന്നു പോകുന്ന സന്ദർഭം, അത് വെള്ളിയാഴ്ച രാവിലാണ്. അതിനെ സംബന്ധിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ന അഅമാല ബനി ആദമ തുഅറദു കുല്ല ഖമീസ ലൈലത്തിൽ ജുമുഅ, ഓരോ വെള്ളിയാഴ്ച രാവിലും ആദം സന്തതികളുടെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. ഫലാ യഖ്ബലു ഖാതിയ റഹ്മിൻ ഫലാ യുഖ്ബലു ഖാതിയു റഹ്മിൻ, കുടുംബബന്ധം മുറിക്കുന്ന ഒരാളുടെ കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുന്നതല്ല. ബാക്കിയുള്ള സുഹൃതങ്ങളുണ്ടല്ലോ, കുടുംബബന്ധം മുറിക്കുന്നവൻ എത്ര സുഹൃതങ്ങൾ ചെയ്താലും അവന്റെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കൂല. അത് പറയുന്നതിന്റെ മുന്നോടിയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ വെള്ളിയാഴ്ച രാവിലും ആദം സന്തതികളുടെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. സഹോദരങ്ങളെ, ഇന്നലത്തെ രാവിലും അത് പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് മാസത്തിൽ, ദിവസത്തിൽ അല്ലാഹുവിന്റെ മുമ്പിൽ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്ന പ്രത്യേകമായ സന്ദർഭങ്ങളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ ഒരു വർഷത്തിലെ കർമ്മങ്ങളും അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന സന്ദർഭമാണ്. ഏത് സന്ദർഭം? ഈ ശഅബാൻ മാസം എന്ന് പറയുന്നത് ഒരു വർഷത്തിലെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന സന്ദർഭമാണ്. അതിനെപ്പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദാലിക ശഹറുൻ യഗ്ഫലുൻ നാസു ബൈന റജബിൻ വറമളാൻ, റജബിലും റമളാനിനും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധരാവുന്ന മാസമാണത്. പക്ഷേ അത് കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക്, വഹുവ ശഹറുൻ യുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ആ മാസം എന്ന് പറയുന്നത്. അതാണ് ഈ മാസത്തിന്റെ, ശഅബാൻ മാസത്തിന്റെ സവിശേഷത എന്ന് പറയുന്ന സഹോദരങ്ങളെ. ജനങ്ങൾ അശ്രദ്ധരാവുന്ന മാസം, റസൂലുള്ളാഹിന്റെ വേറൊരു പ്രയോഗം അതാണ്. കാരണം ജനങ്ങൾ അശ്രദ്ധരാവുന്ന സന്ദർഭമുണ്ടല്ലോ, ആ സന്ദർഭത്തിൽ ശ്രദ്ധയോടെ റബ്ബിന് മുമ്പിൽ ഇബാദത്ത് നിർവഹിക്കുന്നതിന് വലിയ പ്രതിഫലമാണ്. ജനങ്ങൾ അശ്രദ്ധരാവുമ്പോൾ നമ്മൾ ഉണർന്നിരിക്കുന്നതിന് വലിയ പ്രതിഫലമാണുള്ളത്. അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഖറബു മാ യകൂനു റബ്ബു മിനൽ അബ്ദി ഫീ ജൗഫിൽ ലൈലിൽ ആഖിർ, അല്ലാഹുവിന്റെ അടിമ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് രാത്രിയുടെ അന്ത്യയാമങ്ങളിലാണ്. രാത്രിയുടെ അവസാന ഭാഗങ്ങളിലാണ് അല്ലാഹുവിന്റെ അടിമ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. ഫൈൻ ഇസ്തതഅത അൻ തകൂന മിമ്മൻ യുദ്കരില്ലാഹ ഫീ തിൽക സഅതി ഫകുൻ, ആ സമയത്ത് റബ്ബിനെ ഓർക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നിനക്ക് സാധ്യമാവുമെങ്കിൽ ചെയ്തേക്ക്. ആ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, അതായത് പ്രഭാത നമസ്കാരത്തിലേക്ക് പ്രഭാത ബാങ്ക് വിളിക്കുന്നതിന്റെ മുന്നോടിയായുള്ള സമയമുണ്ടല്ലോ, ജനങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്, ജനങ്ങൾ അശ്രദ്ധരായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ റബ്ബിന്റെ മുമ്പിൽ താണുകേണ് നിന്റെ കാര്യങ്ങൾ പറയാൻ നിനക്ക് സാധ്യമായാൽ ഒരിക്കലും തന്നെ റബ്ബ് നിന്റെ പ്രാർത്ഥനകൾ തട്ടിമാറ്റുന്ന അവസ്ഥയുണ്ടാവില്ല.
ഈ സമയത്ത് ഇബാദത്ത് ചെയ്യുന്ന ദാസനെ പറ്റി അല്ലാഹു തന്റെ ദാസന്മാരായ മലക്കുകളോട് പറയും. എന്താണ് പറയുന്നത്? ഉൻദുറൂ ഇലാ അബ്ദി കൈഫ സബറ ലി നഫ്സ. എന്റെ അടിമകളിലേക്ക് നിങ്ങളൊന്ന് നോക്കണം, എന്റെ അടിമയിലേക്ക് നിങ്ങളൊന്ന് നോക്കണം. എങ്ങനെയാണ് എന്റെ അടിമ എനിക്ക് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് നോക്കണേ. വല്ലദീ ലഹും റഅത്തുൻ ഹസന, അവന് സുന്ദരിയായിട്ടുള്ളൊരു ഭാര്യയുണ്ട്. വഫിറാശുൻ ലയ്യിനുൻ ഹസനുൻ, കിടന്നുറങ്ങാൻ നല്ല മാർദ്ദവമുള്ള വിരിപ്പുണ്ട്. അവന്റെ കൂടെ ഒരു ഇണയുമുണ്ട്. എന്നിട്ടും ഫയഖൂമു മിനൽ ലൈൽ, അയാൾ രാത്രിയിൽ എഴുന്നേറ്റിരിക്കുകയാണ് അള്ളാഹുവിനോട് പറയാൻ, അള്ളാഹുവിനോട് ചോദിക്കാൻ. ഫയഖൂൽ, എന്നിട്ട് അള്ളാഹു പറയാൻ, യസറു ശഹവതഹു വയദ്കുറുനി വയുനാജീനി വലൗ ശാഅ റഖദ. അയാളുടെ വികാരേച്ഛകൾ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അള്ളാഹുവിനെ സ്മരിക്കുകയാണ്, അള്ളാഹുവിനെ ഓർക്കുകയാണ്. അള്ളാഹുവിനോട് ആരാരും അറിയാത്ത, ആരാരുമില്ലാത്ത സന്ദർഭത്തിൽ അഭിമുഖ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലൗ ശാഅ റഖദ, അടിമ ഉദ്ദേശിക്കുകയായിരുന്നുവെങ്കിൽ അടിമക്ക് കിടന്നുറങ്ങാമായിരുന്നു. എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്തും എഴുന്നേറ്റുന്നുകൊണ്ട് റബ്ബിനോട് ചോദിക്കുകയാണ് അടിമ. അശ്രദ്ധരാവുന്ന ജനങ്ങളെല്ലാം ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന, അശ്രദ്ധരായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അടിമയുടെ ഈ ചോദ്യം റബ്ബ് തആല തട്ടിമാറ്റുകയില്ല. അള്ളാഹു നാളെ അവന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നൽകിക്കൊണ്ട് തന്നെ ഈ അടിമയെ അനുഗ്രഹിക്കുമെന്ന. സബഅത്തുൻ യുളില്ലുഹും അല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. അള്ളാഹുവിന്റെ നേലല്ലാതെ മറ്റൊരു നേലും അവശേഷിക്കാത്ത ഘട്ടത്തിൽ 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു അവന്റെ നിഴൽ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അതിലൊരു കൂട്ടരാരാണ്? റജുലുൻ ദക്കറല്ലാഹ ഖാലിയ, ഒഴിഞ്ഞിരുന്നുകൊണ്ട് ആരാരുമില്ലാത്ത സന്ദർഭത്തിൽ, ആരും കേൾക്കാതെ ആരും അറിയാതെയും അള്ളാഹുവിനെ സ്മരിക്കുന്നവൻ. തനിച്ചിരുന്നുകൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുന്ന മനുഷ്യൻ, അയാളുടെ പ്രാർത്ഥനകൾ, അയാളുടെ സ്മരണകൾ അള്ളാഹു തട്ടിമാറ്റുകയില്ല. അള്ളാഹു നാളെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നൽകി അയാൾ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹാ ഹത്താ ലാ തഅലമു ശിമാലുഹു മാ തുൻഫിഖു യമീനു. അതുപോലെ തന്നെ വളരെ ഗോപ്യമായി, വളരെ രഹസ്യമായി ദാനധർമ്മം ചെയ്യുന്ന മനുഷ്യൻ, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാത്ത രീതിയിൽ വളരെ രഹസ്യമായി ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നയാൾ. സഹോദരങ്ങളെ, രഹസ്യമായ ഇബാദാത്തുകൾ വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവണം. കുറച്ചെങ്കിലും വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതായിരുന്നു മുൻഗാമികളുടെ രീതി. ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, ഇന്ന ബഅദഹും സാമ 40 സന, മുൻഗാമികളിൽപ്പെട്ട ചിലർ 40 കൊല്ലത്തോളം നോമ്പെടുത്തു. ലാ യഅലമു ബിഹി അഹദുൻ, ഒരു മനുഷ്യനും അറിയാതെ 40 കൊല്ലത്തോളം മുൻഗാമികളിൽപ്പെട്ട ചിലർ നോമ്പെടുത്തു. ഒരാൾ എന്ന് പറഞ്ഞാൽ വീട്ടുകാര് പോലും അറിയാതെ. കാന യഅമലു ഫിസ്സൂഖ്, അയാൾ അങ്ങാടിയിൽ ജോലി ചെയ്യുന്നയാളായിരുന്നു. ഫൈദാ ഖറജ മിൻ ബൈതിഹി അഖദ റഗൈഫിൻ, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ 2 റൊട്ടിയെടുക്കും. വീട്ടുകാർ വിചാരിക്കും അയാൾക്ക് കഴിക്കാനാണ്, വീട്ടിൽ നിന്ന് കഴിച്ചിട്ടില്ലെങ്കിലും വഴിയിൽ വെച്ച് കഴിക്കാനാണ് ഈ റൊട്ടിയെടുക്കുന്നത്. പക്ഷേ ഫതസദ്ദഖ ബിഹിമാ ഫീ തുരീഖിഹി, ആ റൊട്ടിയെടുത്തുകൊണ്ട് വീട്ടുകാരെ ബോധിപ്പിക്കലുമായി അതോടൊപ്പം തന്നെ വഴിയിലുള്ള ആളുകൾക്ക് അത് ദാനം ചെയ്യും ആ റൊട്ടി. ഫയളുന്നു അഹ്ലുഹു അന്നഹു അകല ഫിസ്സൂഖ്, വീട്ടുകാർ വിചാരിക്കും അങ്ങാടിയിൽ വെച്ച് അത് തിന്നിട്ടുണ്ടാവുമെന്ന്. വയളുന്നു അഹ്ലുസ്സൂഖി അന്നഹു അകല ഫീ ബൈതി, അങ്ങാടിയിൽ ആളുകൾ വിചാരിക്കും വീട്ടിൽ വെച്ച് അയാൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന്. ഇങ്ങനെ 40ഓളം കൊല്ലം ആരാരും അറിയാതെ നോമ്പെടുത്ത എത്രയോ ആളുകൾ മുൻഗാമികളിൽ ഉണ്ടായിരുന്നു എന്ന് ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. സ്വഹാബി പണ്ഡിതനായ ഇമാം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, ഇദാ അസ്ബഹതും സിയാമൻ ഫഅസ്ബിഹു മുദ്ഹിനീൻ, നിങ്ങൾ ഐച്ഛിക നോമ്പുകൾ, സുന്നത്ത് നോമ്പെടുക്കുമ്പോൾ എണ്ണയും സോപ്പും ഒക്കെ നല്ലതുപോലെ ഉപയോഗിക്കണം. നിങ്ങളുടെ മുഖത്തിന് വല്ലാത്തൊരു കാന്തി വേണം. എന്തിന്? ഹത്താ തദ്ഹബ അൻഹു ഖബറത സിയാം, നോമ്പിന്റെ ക്ഷീണമൊന്നും മുഖത്ത് കാണാതിരിക്കുന്നതിന് വേണ്ടി. ഞാൻ നോമ്പുകാരനാണെന്ന് ജനങ്ങളെ അറിയിക്കാതിരിക്കാനും ഐച്ഛിക നോമ്പുകാരൻ ശ്രദ്ധിക്കണമെന്ന്. അത് നല്ല കാര്യമാണെന്ന് സ്വഹാബി പണ്ഡിതനായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. നിർബന്ധ നോമ്പിൽ, അതായത് റമളാൻ നോമ്പിൽ അത് ആവശ്യമില്ല. റമളാൻ കാലത്ത് എല്ലാവർക്കും നോമ്പാണ്. എന്നാൽ ഐച്ഛിക നോമ്പ് അത് എടുക്കുമ്പോൾ അവിടെ റിയാഇന്റെ പ്രദർശന പരതയുടേതായിട്ടുള്ള യാതൊരു കാര്യവും കടന്നു വരാൻ പാടില്ല. കാരണം നോമ്പെന്ന് പറയുന്നത് സിർറുൻ ബൈനൽ അബ്ദി വ റബ്ബി, അള്ളാഹുവിന്റെയും അടിമയുടെയും ഇടയിലുള്ള രഹസ്യമാണ് നോമ്പെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഐച്ഛിക നോമ്പിനെ മുൻഗാമികൾ വിശദീകരിച്ചിട്ടുള്ളത്. നോമ്പിന്റെ കാര്യം മാത്രമല്ല, നമസ്കാരമായും മറ്റ് കർമ്മങ്ങളായും രഹസ്യമായ കർമ്മങ്ങൾ വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവുക.
ആ രഹസ്യമായ കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്ക് സാധ്യമായാൽ തീർച്ചയായും അള്ളാഹു നമ്മുടെ ചോദ്യങ്ങൾ സ്വീകരിക്കുമെന്നുള്ളതാണ്. മുൻഗാമികളുടെ ജീവിതം വിശദീകരിച്ചുകൊണ്ട് പറയാൻ, അവരിൽപ്പെട്ട ഓരോരുത്തരും ഇപ്രകാരമായിരുന്നു. അവരുടെ തലയിണകൾ ഇങ്ങനെ വല്ലാണ്ട് അങ്ങ് ശരീരത്തോട് ചേർത്ത് പിടിക്കും. ഫയബ്ഖി, എന്നിട്ട് അള്ളാഹുവിനോട് കരഞ്ഞു പറയും. ഹത്താ യബുല്ല വിസാരത്തഹു മിനൽ ബുകാ, കരഞ്ഞുകൊണ്ട് തലയണ നനയുന്നത് വരെ കരയും. പടച്ചവനോട് കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു കൊണ്ടേയിരിക്കും. അഹ്ലുഹു ബിജാനിബിഹി ലാ യശ്ഉറൂൻ, അടുത്ത വീട്ടുകാരുണ്ടാവും, വീട്ടുകാരെ പോലും അറിയുന്നില്ല. ഭാര്യ പോലും അറിയാതെ റബ്ബിനോട് കരഞ്ഞു പറയുന്ന എത്രയോ ആളുകൾ തലയണ നനഞ്ഞത് കാണുമ്പോഴാണ് റബ്ബിനോട് അവരെ കേണപേക്ഷിച്ചതിന്റെ ആഴം അവരുടെ കുടുംബിനികൾ പോലും അറിയുന്ന. സഹോദരങ്ങളെ, രഹസ്യമായ ഇബാദത്തുകൾ വിശ്വാസികളുടെ ജീവിതത്തിൽ ധാരാളം ഉണ്ടാവാനുള്ള ശ്രദ്ധയുണ്ടാവണം. സഹോദരങ്ങളെ, ജനങ്ങളെ ശ്രദ്ധിക്കാത്ത അവസ്ഥയിൽ നിർവഹിക്കപ്പെടുന്ന പുണ്യകർമ്മങ്ങൾ അതിനേറെ മഹത്വമുണ്ട്. അത് നോമ്പ് മാത്രമല്ല, നോമ്പെടുക്കാൻ സാധിക്കാത്തവർ, അതിന് ശേഷിയില്ലാത്തവർ, ആരോഗ്യപരമായ കഴിവില്ലാത്തവർ, ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അയൽക്കാരോടുള്ള മാതാപിതാക്കളുള്ള ബാധ്യതാ നിർവഹണം, ഇതെല്ലാം പുണ്യകർമ്മങ്ങൾ തന്നെയാണ്. ഇതെല്ലാം നിർവഹിക്കുക, അത് രഹസ്യമായി നിർവഹിക്കുമ്പോൾ അതിന് കൂടുതൽ പുണ്യമുണ്ടെന്ന് മനസ്സിലാക്കുക. റമദാനിലേക്കുള്ള നന്മകൾ പരിശീലിക്കേണ്ടുന്ന മാസമാണ് ശഅബാൻ. സഹോദരങ്ങളെ, ആ അർത്ഥത്തിൽ ശഅബാനെ മനസ്സിലാക്കുക. വല്ലാത്ത കുഴപ്പങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് ഈ കാലമെന്ന് പറയുന്നത്. ദഹ്റുൽ ഫിത്നയാണ്, ഫിത്നയുടെ കാലമാണ്. നല്ല നിലയ്ക്ക് കാലത്തെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നല്ല കാലമാണ്. പക്ഷേ മോശമായ രീതിയിലാണ് കാലത്തെ സമീപിക്കുന്നത് എങ്കിൽ മോശമായിട്ടുള്ള കാലമാണ് എന്ന് പറയേണ്ടി വരും. സത്യത്തിൽ കാലത്തിൻ്റെതല്ല പ്രശ്നം. നഈബു സമാനനാ വൽ ഐബു ഫീനാ ഫമാലി സമാനിനാ ഐബുൻ സിവാന എന്നുള്ളതാണ്. നമ്മൾ കാലത്തെ ആക്ഷേപിക്കും, പക്ഷെ കാലത്തിനല്ല, നമുക്കാണ് കുഴപ്പം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം വളരെ കൃത്യമായി ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ, സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു സഹോദരി തന്നെ ബസ്സിൽ വെച്ച് പീഡിപ്പിച്ചു, അതല്ലെങ്കിൽ ശാരീരികമായി സ്പർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൃത്രിമമായ വീഡിയോയുമായിട്ട് രംഗത്ത് വന്നപ്പോ ഒരു ചെറുപ്പക്കാരന് ആത്മഹത്യ ചെയ്യേണ്ടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു, സഹോദരിയാണെങ്കിൽ ജയിലിലേക്കും കൊണ്ടുപോയി. ഇതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളെ നന്മയുടെ വഴിയിലല്ലാതെ ഉപയോഗിക്കുന്നതിന്റെ ദുരന്തമാണ്. ഒരു ബസ്സിൽ കയറുക, എന്നിട്ട് ബസ്സിൽ കയറിക്കൊണ്ട് അന്നത്തെ ദിവസത്തെ കണ്ടന്റ് കിട്ടുന്നതിന് വേണ്ടി ഏതെങ്കിലും അർത്ഥത്തിലുള്ള കോപ്പികൾ ഉണ്ടാക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഏതെങ്കിലും രീതിയിൽ അത് മറ്റുള്ളവരെങ്ങനെ പ്രയാസപ്പെടുത്തിയാലും അവരുടെ കുടുംബജീവിതത്തെ തകർത്തുകൊണ്ടാണെങ്കിലും ശരി, അതൊന്നും ചിന്തിക്കുന്നേയില്ല. ഈ അർത്ഥത്തിൽ കണ്ടന്റുകൾ കൃത്രിമമായി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കിടന്നു കയറുന്ന, അതല്ലെങ്കിൽ ജീവിതത്തിൽ പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മെ നയിക്കേണ്ടത് തഖ്വയാണ്. സാമൂഹ്യ മാധ്യമങ്ങളെ നന്മയുടെ വഴിയിൽ ഉപയോഗപ്പെടുത്തുക. നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, വത്തഖുല്ലാഹ വത്തഖുന്നിസാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. സ്ത്രീ പുരുഷന്മാർക്കിടയിലുള്ള ബന്ധങ്ങൾ നന്നാവണം. സ്ത്രീകളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പുരുഷന്മാരെയും പുരുഷന്മാരെ സ്ത്രീകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സൂക്ഷിക്കണം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. സ്ത്രീ പുരുഷന്മാർക്കിടയിലുള്ള ബന്ധങ്ങൾ നന്നാക്കണം. ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. ഇന്ന അവ്വല ഫിത്നത ബനി ഇസ്രായേൽ കാനത് ഫിന്നിസാ, നിശ്ചയം ബനു ഇസ്രായേൽ നടന്ന ആദ്യത്തെ ഫിത്ന, കുഴപ്പം എന്ന് പറയുന്നത് അത് സ്ത്രീ പുരുഷന്മാർക്കിടയിൽ നടന്ന കുഴപ്പമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ശ്രദ്ധിച്ചുകൊണ്ട് തഖ്വയോടുകൂടി മുന്നോട്ട് പോകണം. ആവശ്യമുള്ള, അതല്ലെങ്കിൽ സമൂഹത്തിന് പ്രയോജനകരമായ കാര്യങ്ങൾക്ക് വേണ്ടി, പ്രബോധനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തണം. തൗഹീദിന്റെ പ്രചരണത്തിന്, റിസാലത്തിന്റെയും ആഖിറത്തിന്റെയും മറ്റ് നന്മകളുടെയും പ്രചരണത്തിന് വേണ്ടി നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളെ പ്രയോജനപ്പെടുത്തണം. സഹോദരങ്ങളെ, ശഅബാൻ മാസത്തെയും നന്മകൾക്കായി പ്രയോജനപ്പെടുത്തുക. വലിമാ കാന ശഅബാനു കൽ മുഖദ്ദിമതി ലിറമദാൻ ശുരിഅ ഫീഹി മാ ശുരിഅ ഫീഹി മിൻ റമദാൻ. ഈ ശഅബാൻ മാസം എന്ന് പറയുന്ന റമളാന്റെ ആമുഖമായതുകൊണ്ട് റമളാനിൽ നിയമമാക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും ശഅബാനിലും നിയമമാക്കപ്പെട്ടിരിക്കുന്നു. തറാവീഹ് നമസ്കാരമില്ല, അത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും, റമളാനിൽ ചെയ്യേണ്ടുന്ന എല്ലാ പുണ്യങ്ങളും ശഅബാനിലും നമുക്ക് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്.
അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, കാനൽ മുസ്ലിമൂന ഇദാ ദഖല ശഅബാൻ അകബ്ബു അലൽ മസാഹിഫി വഅഖ്റജു സകാത അംവാലിഹിം. മുസ്ലിങ്ങൾ ശഅബാൻ മാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരുടെ രീതി എന്തായിരുന്നു? അകബ്ബു അലൽ മസാഹിഫി, അവർ മുസ്ഹഫുകളുടെ മീതെ ചടഞ്ഞിരിക്കുമായിരുന്നു. മുസ്ഹഫുകളുടെ കൂടെ അവർ ചടഞ്ഞിരിക്കുമായിരുന്നു. വഅഖ്റജു സകാത അംവാലിഹിം, അവരുടെ ധനത്തിന്റെ സകാത്ത് അവർ പുറപ്പെടുവിക്കുമായിരുന്നു. സകാത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ടുന്ന മാസമാണ് ശഅബാൻ മാസം എന്ന് പറയുന്നത്. അതുപോലെ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തേണ്ടുന്ന മാസമാണ് ശഅബാൻ മാസം എന്ന് പറയുന്നത്. സലമത്ത് ബിൻ കുഹൈൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഷഹ്റു ശഅബാൻ ഷഹ്റുൽ ഖുറാ, ശഅബാൻ മാസം ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മാസമാണ്. കാന ഹബീബ് ഇബ്നു അബീ സാബിത്ത് ഇദാ ദഖല ശഅബാൻ, ഹബീബ് ഇബ്നു അബീ സാബിത്ത് റളിയല്ലാഹു അൻഹു ആയിരുന്നു ശഅബാൻ മാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഖാൽ, അദ്ദേഹം പറയും, ഹാദാ ശഹ്റുൽ ഖുറാ, മക്കളെ ഇത് ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മാസമാണ് എന്ന് ഹബീബ് ഇബ്നു അബീ സാബിത്ത് റളിയല്ലാഹു അൻഹു ശഅബാനിലേക്ക് പ്രവേശിച്ചാൽ പറയുമായിരുന്നു. അംർ ഇബ്നു ഖൈസ് അൽ മലായി റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയാൻ, ഇദാ ദഖല ശഅബാൻ അഗ്ലഖ ഹനൂതഹു വതഫറഗ ലിഖിറാഅത്തിൽ ഖുർആൻ. ശഅബാൻ മാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തന്റെ കടയൊക്കെ അടച്ചിടും, എന്നിട്ട് ഖുർആൻ പാരായണത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുമായിരുന്നു. ഹസൻ ബിൻ സഹൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല ശഅബാൻ, ശഅബാൻ ചോദിച്ചു, പടച്ചവനോട് ചോദിച്ചു, യാ റബ്ബ്, പടച്ചവനെ, ജഅൽതനി ബൈന ശഹ്റൈനി അളീമൈൻ, പവിത്രമായ 2 മാസങ്ങൾക്കിടയിലാണ് എന്നെ നീ നിശ്ചയിച്ചിട്ടുള്ളത്. റജബ് എന്ന് പറഞ്ഞാൽ ഷഹ്റുല്ലാഹ്, അള്ളാഹുവിന്റെ പവിത്രമായ മാസങ്ങളിൽപ്പെട്ടതാണ്. ഇനി വരാനിരിക്കുന്ന റമളാൻ ഒരു ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് എന്റെ സ്ഥാനം, എന്നെ നീ ആക്കിയിട്ടുള്ളത്. ഫമാലി, എനിക്കെന്ത് മഹത്വമാണുള്ളത് എന്ന് ശഅബാൻ അല്ലാഹുവിനോട് ചോദിച്ചുവെന്ന. അപ്പോൾ അല്ലാഹു പറഞ്ഞു, ജഅൽതു ഫീക ഖിറാഅത്തൽ ഖുർആൻ, ഖുർആൻ പാരായണം നിനക്കായി ഞാൻ നിശ്ചയിച്ചു തന്നിരിക്കുന്നു. റമളാനിൽ ധാരാളം ആളുകൾ ഖുർആൻ പാരായണം ചെയ്യും. അതിന്റെ ആശയങ്ങളിലേക്ക് കൂടുതൽ ഉയർന്നിറങ്ങാനുള്ള ശ്രമങ്ങൾ റമളാനിൽ ഉണ്ടാവും. പക്ഷേ അതിനെല്ലാമുള്ള ഒരു പരിശീലനം എന്ന രീതിയിൽ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം സജീവമാക്കേണ്ടുന്ന കാലം കൂടിയാണ് ശഅബാൻ മാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സഹോദരിമാർ, അവർക്ക് ശാരീരികമായ കാരണങ്ങൾ കൊണ്ട് നോമ്പുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് വീണ്ടെടുക്കേണ്ടുന്ന മാസം കൂടിയാണ് ശഅബാൻ. ഇനിയും അത് വീണ്ടെടുത്തിട്ടില്ല എങ്കിൽ, കഴിഞ്ഞ റമളാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഇനിയും ഖളാ വീട്ടിയിട്ടില്ല എങ്കിൽ ഖളാ വീട്ടാനുള്ള മാസമാണ് ശഅബാൻ മാസം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, കാന യകൂനു അലയ്യ സൗമു മിൻ റമളാൻ, എനിക്ക് റമളാനിലെ നോമ്പ് ഖളാ ആയിട്ടുണ്ടാകുമായിരുന്നു. ഫമാ അസ്തതിഉ അൻ ഖളീഹി ഇല്ലാ ഫീ ശഅബാൻ, ഷഅബാനിലല്ലാതെ എനിക്കത് നോട്ട് വീട്ടാൻ കഴിയുമായിരുന്നില്ല. ഷഅബാനിലെങ്കിലും നോട്ട് വീട്ടാനുള്ള ശ്രമങ്ങൾ സഹോദരിമാരുടെ ഭാഗത്ത് നിന്നുണ്ടാവണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഷഅബാന് സുഹൃതങ്ങൾ കൊണ്ട് ചൈതന്യവത്താക്കുക. ഈ സുഹൃതങ്ങളാണതല്ലെങ്കിൽ ഈ സുഹൃതങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നാം അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനകളാണ് ഇഹത്തിലെ സകല പ്രതിസന്ധികളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്നത്. അത് വ്യക്തി ജീവിതത്തിലെ പ്രതിസന്ധികളാണെങ്കിലും കുടുംബജീവിതത്തിലെ പ്രതിസന്ധികളാണെങ്കിലും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മുസ്ലിം ഉമ്മത്ത് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളാണെങ്കിലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കണമെങ്കിൽ സുഹൃതങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബസ്സാർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലൗലാ ഇബാദുൻ റുക്അൻ വഅത്ഫാലുൻ റുദ്ദഉൻ വബഹായിമു റുദ്ദഉൻ ലസബ്ബ അലൈക്കുമുൽ അദാബ സബ്ബാ. ഫലൗലാ ഇബാദുൻ റുക്അൻ, അല്ലാഹുവിന്റെ മുമ്പിൽ കുനിയുന്ന അടിമകൾ ഇല്ലായിരുന്നുവെങ്കിൽ, വഅത്ഫാലുൻ റുദ്ദഉൻ, മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളില്ലായിരുന്നുവെങ്കിൽ, അതുപോലെ തന്നെ മേഞ്ഞു നടക്കുന്ന കാലികൾ ഇല്ലായിരുന്നുവെങ്കിൽ, നിങ്ങളുടെ മീതെ അള്ളാന്റെ ശിക്ഷ ചൊരിഞ്ഞു വീഴുമായിരുന്നു. അള്ളാന്റെ ശിക്ഷ നിങ്ങളുടെ മീതെ ചൊരിഞ്ഞു വീഴാത്തത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ മുമ്പിൽ കുനിയുന്ന അടിമകൾ ഈ ഭൂമിയിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ കുനിയുന്ന അടിമകളാണ്, അവരുടെ ഇബാദത്തുകളാണ് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്താനുള്ള കാരണമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതാണ് കവി പറഞ്ഞത്, ലൗലല്ലദീന ലഹും വിർദുൻ യഖൂമൂന വആഖറൂന ലഹും സിർദുൻ യസൂമൂന ലദകത്തു അർലകുമു മിൻ തഹ്തികും സിഹ്റാ ഫഇന്നകും ഖൗമു സൂഇൻ ലാ യുതിഊന.
അള്ളാഹുവിന്റെ മുമ്പിൽ ധാരാളം വിറുതുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇല്ലായിരുന്നുവെങ്കിൽ, തുടർച്ചയായി നോമ്പനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമിയെ നിങ്ങൾക്കുമേരെ കീഴ്മേൽ മറിക്കുമായിരുന്നു. കാരണം നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കാത്ത അടിമകളാണ്, ജനതയാണ്. സഹോദരങ്ങളെ, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുന്നത് യഥാർത്ഥ സത്യവിശ്വാസികളായ അടിമകൾ അള്ളാഹുവിന് അർപ്പിക്കുന്ന ആരാധനകളുടെ മഹത്വം കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പരലോകത്തും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നത് ഈ സുഹൃതങ്ങളിലൂടെ മാത്രമാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അസ്റിലെ വചനങ്ങൾ. വൽ അസ്ർ, കാലമാണേ സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയം മനുഷ്യൻ നഷ്ടത്തിലാണ്, മനുഷ്യൻ പരാജയത്തിലാണ്. ഈ 4 കാര്യങ്ങളില്ലെങ്കിൽ ഇല്ലല്ലദീന ആമനു, ഒന്ന് സത്യവിശ്വാസമാണ്, സത്യവിശ്വാസികളായ ആളുകൾ ഒഴികെ നഷ്ടകാരികളാണ്. വഅമിലുസ് സ്വാലിഹാത്തി, സുഹൃതവാന്മാരായ ആളുകൾ ഒഴികെ. വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് ഉപദേശിക്കുന്ന ആളുകൾ ഒഴികെ, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവർ. വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരുമായ ആളുകൾ ഒഴികെ. സത്യവിശ്വാസികളും സുഹൃതവാന്മാരുമായ ആളുകൾ ഒഴികെ എല്ലാവരും പരാജിതരാണ്, ഇഹത്തിലും പരത്തിലും പരാജിതരാണ് എന്ന് പറയാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, മേൽപ്പറഞ്ഞ സൂറത്തുൽ അസ്റിലെ 4 ഗുണങ്ങളുമാണ് ജീവിതത്തിൽ നിലനിർത്തേണ്ടത്. അത് നിലനിർത്താൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ.